ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പും തരണം, അതുപോലെ ലൈക്ക് ഉണ്ടെങ്കിൽ ലൈക്ക് തന്നേക്കണം. ലൈക്ക് ഉണ്ടെങ്കിൽ എന്നല്ല, ലൈക്ക് ഉണ്ട്, ലൈക്ക് തരണേ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ സംസാരിക്കാനായിട്ട് പോകുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഈ അടുത്ത സമയത്ത് വൈറലായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ചിറയിൻകീഴ് ഒരു യുവാവിനെ ഹണി ട്രാപ്പിൽ പെടുത്തിയ ആ ഒരു കാര്യമാണ്. സംഭവം, ഒരു യുവാവിനെ വിളിച്ചു വരുത്തുന്നു ഒരു യുവതി. എന്നിട്ട് ആ പയ്യനോട് വിളിച്ചു വരുത്തിയ ശേഷം പയ്യനെ വിവസ്ത്രനാക്കിയിട്ട് പുള്ളിക്കാരത്തെയും കൂടി വിവസ്ത്രയായി പുള്ളിക്കാരൻ്റെ അടുത്തേക്ക് ഇടപഴകുന്നു. അതിനുശേഷം അതിൻ്റെ ഫോട്ടോ, വീഡിയോ സംഭവങ്ങളൊക്കെ എടുക്കുന്നു. എന്നിട്ട് പിന്നീട് അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കും എന്ന രീതിയിൽ പയ്യനെ ഭീഷണിപ്പെടുത്തുന്നു. എന്നിട്ട് പയ്യൻ്റെ കയ്യിൽ നിന്നും 10 ലക്ഷം രൂപ അതിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നു. ഒടുവിൽ പയ്യൻ സമ്മതിക്കാതിരിക്കുന്ന സമയത്ത് പയ്യൻ്റെ കയ്യിൽ കുത്തിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പയ്യൻ നേരെ വീട്ടിലേക്ക് പോകുന്നു. പയ്യൻ ആകെ വിഷമത്തിലാവുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ആർക്കായാലും കിളി പോകും. പക്ഷേ ഇത്തരത്തിൽ പോകുന്ന പയ്യന്മാരോട് എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇന്നത്തെ കാലത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അത്രയ്ക്ക് ബോധമില്ലാത്തവരാണോ കുട്ടികളെ നിങ്ങളൊക്കെ? ഇന്നത്തെ കാലത്തിൻ്റെ പോക്ക് എന്തുവാ? പെണ്ണ് തന്നെ പെണ്ണിനെ പീഡിപ്പിക്കുന്നു, ആണ് തന്നെ ആണിനെ പീഡിപ്പിക്കുന്നു. അത്തരത്തിലുള്ള നികൃഷ്ടമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ കൂടി ആരെങ്കിലും വിളിച്ചുടനെ ഓടിക്കൊണ്ട് പാഞ്ഞു ചെല്ലേണ്ട ഒരു കാര്യമില്ല. കാരണം ഈ വിളിക്കുന്ന ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല തേൻ പുരട്ടിയ സംസാരത്തിലൊക്കെ ആയിരിക്കും വിളിക്കുക. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഇതിലൊന്നും വീണ് പോകാതിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. അങ്ങനെ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ പയ്യൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. കാരണം പുള്ളിക്കാരൻ്റെ പേരിൽ കേസും കാര്യങ്ങളും ഒക്കെ ആയി. നമുക്കറിയാം, ഒരു പെണ്ണ് കൊണ്ടുവന്ന് ഏത് കള്ളക്കേസ് കൊടുത്തു കഴിഞ്ഞാലും അത് കുറേ നാൾ സത്യം തെളിയുമായിരിക്കും. പക്ഷെ കുറേ നാൾ ഈ ആൺകുട്ടികളെ വലയ്ക്കാനായിട്ട് ഇവളുമാർക്ക് സാധിക്കും. കുറേ നാൾ കേസിൻ്റെ പിറകെ നടത്തിക്കാനും അവരെ ഇട്ട് കഷ്ടപ്പെടുത്താനും ഇവരെ കൊണ്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു? ഈ പുള്ളിക്കാരനാണെങ്കിൽ ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചു. അത്രയും വലിയ മോശമായിട്ടുള്ള അവസ്ഥയിലൊക്കെ എത്തിയ ഒരു സംഭവമാണ്. അങ്ങനെ ഈ കേസ് ഇങ്ങനെ നടക്കുകയാണ്. ഈ ഒരു സ്ത്രീയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വളരെ മോശമാണ്. അങ്ങനെ ഈ ഒരു സ്ത്രീയെ പിടിക്കാനായിട്ട് പോലീസിന് ഇതുവരെയും സാധിച്ചില്ല എന്നൊരു ആക്ഷേപവും കൂടി പറയുന്നുണ്ട്. എന്തായാലും നമുക്കിതിൻ്റെ വാർത്തയൊന്ന് കേട്ടിട്ട് വരാം. കുറച്ച് ദിവസം മുമ്പ് വെസ്റ്റ് ന്യൂസ് ഒരു വാർത്ത ചെയ്തിരുന്നു. അതായത് ചിറയിൻകീഴ് വെച്ചിട്ട് ഒരു പെൺകുട്ടി ദിവസങ്ങളായിട്ട് ഫോൺ ചെയ്ത് എന്താ പറയുക, ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് നേരെ അവരുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. അവിടെ വെച്ച് ഈ പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ക്രിമിനൽ അയാൾ കൂടി ചേർന്ന് ഈ പയ്യനെ മർദ്ദിക്കുകയും അവൻ്റെ കയ്യിൽ കുത്തുകയും അവനെ വിവസ്ത്രയാക്കുകയും അതുപോലെ തന്നെ ആ പെൺകുട്ടിയും വിവസ്ത്രയായി കൂടെ കിടന്നതിന് ശേഷം അവരുടെ നഗ്ന ഫോട്ടോകളെല്ലാം എടുത്തതിന് ശേഷം ഈ പയ്യനെ വിളിച്ചിട്ട് 10 ലക്ഷം രൂപയോളം എന്താ പറയുക തന്നില്ല. 10 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ ഈ ഫോട്ടോകളും വീഡിയോസ് എല്ലാം പുറത്തുകൊണ്ടൊന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഈ വാർത്ത ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. ചിറയിൻകീഴ് പോലീസ് എഫ്ഐആർ എടുത്തിരുന്നു. ഈ തിരയുന്ന പ്രതി കഴിഞ്ഞ ദിവസങ്ങളിൽ ചിറയിൻകീഴ് ശാർക്കര കാണിച്ച ഷോയാണ് ഇത്. ഏതായാലും ഒരു ഹണി ട്രാപ്പിലുള്ള പ്രതി സീരിയസ് ഒഫൻസാണ്, നോൺ വെയിലബിൾ ആണ്. അത്രയും വലിയ ക്രൈം ചെയ്ത ഒരു പ്രതി ഒരു പയ്യനെ കുത്തി പരിക്കേൽക്കുകയും ചെയ്തു. അവനെ മാനസികമായി തളർത്തി. ആ പയ്യൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. അങ്ങനെ ഗുരുതരമായ ഒരുപാട് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴത്തേക്ക് എഫ്ഐആറിനകത്ത് ആംസ് ആക്ടൊക്കെ ഉണ്ടായിരുന്നു. എഫ്ഐആറൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു, ആംസ് ആക്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലീസ് അന്വേഷിക്കുന്ന ജാമ്യമില്ലാ വകുപ്പിലെ ഈ ഒരു പ്രതിയാണ് ഈ ശാർക്കര പരിസരത്ത് ഇത്രയും വലിയ ഷോ കാണിച്ചത്. ഈ ഷോ കാണിക്കുക മാത്രമല്ല, അവർ മദ്യപിച്ചിരുന്നു എന്നാണ് ഇത് കണ്ട ആൾക്കാർക്ക് പറയുന്നത്. അത് മാത്രമല്ല, അവിടെ മൊത്തം ബ്ലോക്കായി, ആ റോഡ് മൊത്തം ബ്ലോക്കായി. ഇതെല്ലാം കണ്ടുകൊണ്ട് എന്തുകൊണ്ടാണ് ചിറയിൻകീഴ് പോലീസ് മിണ്ടാതിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. വേണ്ടി ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിൽ. വാർത്ത കേട്ടത് വെച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ഒരു പെണ്ണിന് വിളിച്ച് ഒരു പൂച്ചണ്ട് കൊടുത്ത് ഒന്ന് ആശ്ലേഷിക്കാനായിട്ട് നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, എനിക്ക് 2 എണ്ണം പൊട്ടിക്കാനാണ് തോന്നുന്നത്. ശരിക്കും ഇമാതിരി തെണ്ടിത്തരമൊക്കെ കാണിച്ചിട്ട് റോഡിൽ കിടന്ന് കണ്ടോന്മാരുടെ കൂടെ കിടന്ന് വഴക്കുണ്ടാക്കുകയാണ്. ശരിക്കും അപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവളെ ശാർക്കര പോലീസിന് ഇതുവരെയും, അതായത് ചിറയിൻകീഴ് പോലീസിന് ഇതുവരെയും ഇവളെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇവളെ എന്നാൽ ശാർക്കര ക്ഷേത്രത്തിൻ്റെ സമീപത്ത് നിന്നാണ് ദേ ഇങ്ങനെ കിടന്ന് അഴിഞ്ഞാടുന്നത്.
എന്തല്ലേ? ശരിക്കും ഇവിടെ പേടിയായിട്ടാണോ പിടിക്കാത്തത് എന്ന് എനിക്ക് അറിയില്ല. അത് സാറന്മാരൊക്കെ അറിയാൻ പറ്റുള്ളൂ എന്ത് കാരണം കൊണ്ടാണ് എന്ന്. ഇനി അവരെയൊക്കെ ഇവിടെ ഹണി ട്രാപ്പിൽ പെടുത്തുമെന്ന് പേടിച്ചിട്ടാണോ എന്തോ അറിയില്ല. ഇതൊക്കെ എൻ്റെ തോന്നലുകൾ മാത്രമാണ്. അങ്ങനെ ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. എന്തായാലും ഇതുപോലെയുള്ള ഒരെണ്ണം മതി ഒരു കുടുംബം, ഒരു കുലം തന്നെ മുടിക്കാൻ എന്ന് മാത്രമല്ല, ഒരു ഒരു രാജ്യം തന്നെ നശിപ്പിക്കാൻ ഇതുപോലെയൊക്കെയുള്ള ഓരോന്ന് മതി. ശരിക്കും ഇതിനെയൊക്കെ പിടിച്ച് ജയിലിൽ അടയ്ക്കേണ്ട സ്ഥാനത്ത് ഇവിടെയൊക്കെ ഇത്ര പബ്ലിക്കായിട്ട് ഇങ്ങനെ, എന്നിട്ടും ഒരു കൂസലും ഇല്ലാതെ നടു റോഡിലിറങ്ങി കണ്ടോന്മാരുടെ കൂടെയൊക്കെ വഴക്കിട്ടടിച്ച് നാവിട്ടടിച്ച് ഇങ്ങനെ കിടന്ന് സംസാരിക്കാനായിട്ടുള്ള ചാൻസ് കൊടുക്കാതെ ഇവളുമാരെയൊക്കെ കയ്യാമ്പം വെച്ച് ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലത്. വെറുതെ കുറേ എണ്ണത്തിന് അവിടെ ഇട്ട് തീറ്റിപ്പോറ്റുന്നുണ്ട്. അതിനെയൊക്കെയുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് അതിനെയൊക്കെ തൂക്കിക്കൊല്ലുകയോ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയിട്ട് ഇതിനെയൊക്കെ സ്ഥിരമായിട്ട് അവിടെയെങ്കിലും പിടിച്ച് ഇടുന്നതായിരിക്കും വളരെ നല്ലത്. കാരണം കുറേ പേർക്കെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സാധിക്കും. എന്തുണ്ടാക്കാനാണ് ഇതുപോലെയുള്ള അലന്ന സാധനങ്ങളെയൊക്കെ എടുത്ത് വെളിയിലിട്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തായാലും ഒരു കുടുംബത്ത് നല്ലതാണെങ്കിലും ഒരെണ്ണം മതി. ഒരു കുടുംബം, അതായത് എപ്പോഴും എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മൂമ്മയൊക്കെ പണ്ട് പറയുന്നൊരു കാര്യമാണ്, ഒരു കുടുംബം നന്നാക്കാനും ഒരെണ്ണം മതി, ഒരു കുടുംബം നശിപ്പിക്കാനും ഒരെണ്ണം മതി. അതാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനായിട്ടുള്ളത്. എന്തായാലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.